ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്യുന്നതായിട്ട്, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് എവിടുന്നെങ്കിലും മെസ്സേജ് വരുന്നതായിട്ട്, ഇല്ല എങ്കിൽ നിങ്ങൾ നേരിട്ട് അവരോട് സംസാരിക്കാം. ഇനി ഇങ്ങനെ നോക്കേണ്ട സിറ്റുവേഷനിൽ ഇരിക്കേണ്ട, ഞാൻ തന്നെ മുൻകൈ എടുത്ത് സംസാരിക്കാം എൻ്റെ പേഴ്സണോട്. അങ്ങനെയൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ തന്നെ കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജി. അതായത് കാത്തിരുന്നു മടുത്തു നിങ്ങൾ, ഇനി നിങ്ങൾ തന്നെ കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഇവിടെ ഫുൾ മൂണിൻ്റെ എനർജിയാണ് നിങ്ങളുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് കർക്കിടക രാശിയിലാണ്. അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇമോഷൻസ് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ഹൈ ആവുകയും നിങ്ങൾ ആ ഒരു ഇമോഷൻസ് കാണിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ട് ഇമോഷൻസിൽ വന്ന് ഒരു ഡിസിഷനും നിങ്ങൾ എടുക്കുവാൻ പാടില്ല. മെയിനായിട്ട് നിങ്ങൾ ബാലൻസിൽ ഇരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുക, ഇല്ലെങ്കിൽ ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക. ഇവിടെ കുറേ ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഫുൾ മൂണിൽ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ചെക്കപ്പ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് എൻ്റെ പ്രോബ്ലം. അതനുസരിച്ചുള്ള മരുന്ന് നിങ്ങൾ കഴിക്കുക ഡോക്ടറിനെ കണ്ടിട്ട്. പിന്നെ അടുത്ത എനർജി പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കുക, നിങ്ങളുടെ കൂടെ തന്നെ അവരെ മസഞ്ചാക്കി കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നു, സഹായം ചെയ്യുന്നു, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫുൾ മൂൺ വളരെ പോസിറ്റീവായിട്ടാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ വൈബ്സ് അത്രത്തോളം പോസിറ്റീവായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ മറ്റുള്ളവരുടെ വൈബ്സിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. നിങ്ങൾ പവർഫുള്ളി ഇന്നത്തെ ദിവസം ബാലൻസിലിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ മാത്രം കുറച്ച് ഡൗൺ ആയിട്ടുള്ള എനർജിയിലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി ലോ ആവാൻ കാരണം ഫ്രസ്ട്രേഷനാണ്. നിങ്ങളും മറ്റുള്ളവരും തമ്മിൽ ചിലപ്പോൾ വഴക്കിട്ടിട്ടുണ്ടാവും. ആ വഴക്ക് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷനായി നിങ്ങളുടെ എനർജി ലോയിലോട്ട് പോയി കാണും. അങ്ങനെയുള്ള ആ ഒരു ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഏതോ ഒരു ഫീമെയിലുമായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം വഴക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആരോടെങ്കിലും നിങ്ങൾ വഴക്കിടുന്നുണ്ട് എങ്കിൽ അതിനുള്ള ചാൻസ് നിങ്ങളായിട്ട് കുറയ്ക്കുവാൻ ശ്രമിക്കുക. ആരോടും വഴക്കിടുവാൻ ശ്രമിക്കരുത് നിങ്ങൾ ഇന്നത്തെ ദിവസം. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ബാഡ് ന്യൂസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ആ ഒരു വൈബ് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം ജോബ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതായിട്ട്, ഇൻ്റർവ്യൂവിന് കോള് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഓവറോൾ എനർജി വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ചില ബാഡ് ന്യൂസ് ചില ആൾക്കാർക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എനർജി ബാലൻസിൽ വയ്ക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ വാണി വളരെ കഠോരമായിരിക്കും. അതായത് റൂഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്ക് നിങ്ങളോട് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവർ കാരണം ഇന്ന് ഹേർട്ടാവുന്നത് ആയിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരുടെ ആ ഒരു വാക്കുകൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇവരുടെ ആ ഒരു കഠോരമായ വാണിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഇവർക്ക് ഇവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക. റൂഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളോട് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് മറുപടി ഒന്നും പറയാതിരിക്കുക. കാരണം അവരുടെ ആ ഒരു എനർജിയുടെ ആ ഒരു ഫ്ലോ കൊണ്ടാണ് അവർ ഇന്നത്തെ ദിവസം നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർ മറ്റുള്ളവരോട്, ഇവരുടെ ഫാമിലിയിലുള്ളവരോടോ ഫ്രണ്ട്സിനോടോ ഈ രീതിയിൽ റൂഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കളക്റ്റീവ് എനർജി നോക്കുമ്പോൾ റീബർത്താണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരെണ്ണം എൻഡാക്കിയിട്ട് അടുത്ത ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഒരു കാറ്റർപില്ലർ ട്രാൻസ്ഫോമായി ബട്ടർഫ്ലൈ ആകുന്നു. അതേപോലെ നിങ്ങളുടെ പേഴ്സണും ട്രാൻസ്ഫോമായി പുറത്തു വരുന്നതാണ് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി. ഇവരുടെ വൈബ്സ് വളരെ പോസിറ്റീവാണ്. ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലവ് ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ടോ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടോ ആരോ ഇവരുടെ മേൽ പ്രഷർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ സിംഗിളാണ് എങ്കിൽ ഇവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറായിരിക്കാം. ഇനി ഇവർ മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ ഇവരുടെ മാരീഡ് ലൈഫിൽ ഇവർ ഒരു വലിയ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഇവർ വളരെയധികം പൊസസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളെ സംശയിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നും ഇവർക്ക് സംശയം തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരിക, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക, അങ്ങനെയുള്ള ആ ഒരു എനർജിയും ഇവർക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. കാരണം നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇവർക്കൊരു സംശയം ഉള്ളത് കൊണ്ടാണ് ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതുമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ റൂഡായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ്, നിങ്ങളുടെ മേൽ എന്തെങ്കിലും ബ്ലെയിം ചെയ്യുന്നതാണ്, കൂടാതെ നിങ്ങളെ സംശയിക്കുന്നതാണ്, കറക്കി തിരിച്ചൊക്കെ ഓരോ രീതിയിൽ സംസാരിച്ച് നിങ്ങളെ ചെക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് ചെക്ക് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങളെ ചെക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിപ്പോൾ ചേസ് ചെയ്യാൻ പോകുന്നില്ലായിരിക്കാം. അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നുണ്ടാകാം ഇവരെയും കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പേഴ്സൺ എക്സ്ട്രീമിലി പോസിറ്റീവുമാകും എക്സ്ട്രീമിലി നെഗറ്റീവുമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ബാഡ് ഹാബിറ്റ് ഇന്നത്തെ ദിവസം ഏർപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഡ്രിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സുമായി. ഇവർ മറ്റുള്ള പ്രശ്നങ്ങൾ ഇവരുടെ മനസ്സിൽ നിന്ന് കളയുവാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. ഇവർ മദ്യപിക്കുമ്പോൾ ഇവർക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവർ എന്താണോ ആക്ഷൻ എടുക്കാൻ പോകുന്നത് അത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇവർ ഈ ഒരു രീതിയിൽ ഇവരുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഇവരുടെ പാരൻസിനോടോ ആരോടായാലും ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയും. അപ്പോൾ അവർക്ക് ഇവരുടെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി മനസ്സിലാക്കുന്നത് എന്താണ്, ഇവർ ബോധമില്ലാതെയാണ് ഇത്രയും നേരം ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന്. പക്ഷേ ഇവരുടെ ഉള്ളിൽ എന്താണ്, ഇവരുടെ ഉള്ളിലെ വിഷമം ഇവർ പറഞ്ഞു മറ്റുള്ളവരോട്. അപ്പോൾ അവരെല്ലാം അറിഞ്ഞു എന്നുള്ള ഒരിത് ഇവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി എല്ലാവർക്കും റെസൊനേറ്റ് ആകണമെന്നില്ല, ചില ആൾക്കാർക്ക് മാത്രമേ റെസൊനേറ്റ് ആകത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ഉള്ളിലുള്ള ആക്ഷൻ എന്താണോ അത് മറ്റുള്ളവരെ അറിയിക്കണം. അതിന് അവർ മദ്യത്തിൻ്റെ സഹായം തേടുന്നു. ചിലപ്പോൾ നിങ്ങളെയും ഇവർ ഡ്രിങ്ക് ചെയ്തിട്ട് കോൾ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.